ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാധമ്മ കരഞ്ഞോണ്ട് പറയുക വേണുവേട്ടനോട്, എനിക്ക് മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല വേണുവേട്ട. ആ ദുഷ്ട രുക്മിണിയുടെ മുഖവാ എൻ്റെ മനസ്സ് മുഴുവൻ തെളിഞ്ഞു വരുന്നത്. അവൾ ഒറ്റ ഒരുത്തിയ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. എന്താ വരാതെ നീ പറഞ്ഞത്? നിന്റെ കുഞ്ഞോ? നീയും വെറ്റ് വളർത്തിയ നിന്റെ കുഞ്ഞ്, അതായത് ശ്രീലക്ഷ്മി, നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ നീയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്? പിന്നെ നിനക്ക് നാണമില്ലേ നിന്റെ കുഞ്ഞെന്ന് പറയാന്? നിന്റെ മകളുടെ സപ്പോർട്ടേ നിനക്കായിരുന്നില്ലല്ലോ, അവളുടെ അമ്മായിയമ്മയ്ക്കല്ലായിരുന്നോ? പ്രിയ ഉടനെ പറയാം. അത് പിന്നെ ഏതൊരമ്മയും സ്വന്തം കുഞ്ഞില്ലാതാവുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാ. ഒരു വാക്കിൽ തൂങ്ങി അവളെ കുറ്റപ്പെടുത്താനൊന്നും നോക്കണ്ട. എടി പ്രിയേ, അപ്പോൾ ഈ ഇരിക്കുന്ന രാധമ്മ നിങ്ങളെ ഒന്നും പ്രസവിച്ച കുഞ്ഞുങ്ങളല്ലേ? എന്താടി രാധയെ നിങ്ങൾ അമ്മമാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ? പെൺമക്കൾ ഉണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചവനാ ഞാൻ. അതിൻ്റെ കാരണം എന്താണോ? നന്ദിയും സ്നേഹവും പെൺമക്കൾക്കാ കൂടുതലുള്ളതെന്ന് ചെറുപ്പത്തിൽ ആരോ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അവരവർക്ക് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിലേ മറുകണ്ഠം ചാടുന്നവരാ പെൺമക്കളെന്ന് ഞാൻ ഓർത്തില്ല. ഞങ്ങൾ കൊണ്ട വെയിലാ നിന്റെയൊക്കെ തണല്, അത് നീയൊന്നും മറക്കണ്ട. ഈ സമയം ഹൃതികയ്ക്ക് പ്രതാപന്റെ ഫോൺ വരുന്നുണ്ട്. എന്താച്ചാ? ഇനി നീയും രാജുവും അവിടെ ഇല്ലേ? ഉണ്ടച്ചാ. എന്നാൽ ഉടനെ തന്നെ നീ വേണുവേട്ടനെയും രാധമ്മയും കൂട്ടി എല്ലാവരുമായിട്ട് ഇവിടെ എത്തിയിരിക്കണം. എന്താച്ചാ കാര്യം പറഞ്ഞാലേ നീ വരുത്തുള്ളോ? അല്ലച്ചാ, ഞാൻ ഉടനെ തന്നെ വരാം. രാധമ്മേ, അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞേ രാധമ്മയും വേണുമംഗലിനെ എല്ലാം കൂട്ടിയിട്ടേ അങ്ങോട്ട് ചെല്ലാൻ. എന്താ മോളെ കാര്യമൊന്നും പറഞ്ഞില്ല രാധമ്മേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? അതിന് വേണുമംഗൽ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അച്ഛനല്ലേ വിളിച്ചത്? പ്രിയ കുറച്ച് അഹങ്കാരത്തോടെ മനസ്സിൽ പറയാം, എൻ്റെ ജയേട്ടനെ അവിടെ ഇപ്പോൾ വലിയ പൊസിഷനില്ല, അതുകൊണ്ട് ഞാനും കൂടെ പോയേക്കാം. അനന്തം പിള്ളയും ദീപ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അനന്തം പിള്ളയോട് ദീപക്ക് ചോദിക്കുന്നു, ആരാങ്കിളെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത്? അത് നിനക്ക് മനസ്സിലായില്ലേ? എക്സാം ബോർഡ് ഓഫീസർ. അവരെ ഓഫീസിലെങ്ങാനും പോയി കാണാൻ പറ്റുമോ? ഇതുപോലെയുള്ള രഹസ്യ സങ്കേതങ്ങൾ വെച്ചല്ലേ അവരെ കാണാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുമല്ലേ, അതും നിനക്ക് വേണ്ടി. അപ്പോൾ നീയും കൂടെ അവരെ കണ്ടിരിക്കേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ എക്സാം ബോർഡ് ആൾക്കാർ ഒരു വണ്ടിയിൽ വന്ന് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ പറയുന്നു, ഇത് ബോർഡിലുള്ള മറ്റു 2 അംഗങ്ങളാണ്. അനന്തം പിള്ള ഉടനെ പറയുന്നുണ്ട്, ഇത് മിസ്റ്റർ ദീപക്, മിനിസ്റ്ററുടെ മകനാണ് എന്നും പറഞ്ഞ് ദീപക്കിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അവർക്ക്. ഇവന് വേണ്ടിയാണ് നമ്മൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അതെ സാർ, ഓക്കെയാണ് സാറേ. ഇതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ ഈ വന്നിരിക്കുന്നവരോട് അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ പണമിടപാടുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. അനന്തംപിള്ള പറയുന്നുണ്ട്, എല്ലാം ഓക്കെ. ആരുടെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ പണം ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ട് നമ്പർ ഇങ്ങോട്ട് തന്നാൽ മതി. അങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവർ പിരിഞ്ഞു പോകുകയാണ്. അങ്കിളെ, എൻ്റെ അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പം ഉണ്ടാകില്ല മോനെ. നിന്നെ മന്ത്രിയാക്കാനുള്ള അങ്കിളിൻ്റെ ഒരു സൂത്രപ്പണിയല്ലേ ഇതൊക്കെ? എൻ്റെ ദീപക് മോനെ, നിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ ഞാൻ ഇരുത്തും. അംബികയല്ല, നീയാണ് കൂടുതൽ മിടുക്കനെന്ന് നിന്നോടടുത്തപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ആദ്യമേ ഞാനത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ദീപക്കേ മോനെ, നീ ആയിരുന്നേനെ മിനിസ്റ്റർ. നിനക്കതിനുള്ള എല്ലാ കഴിവുകളും ഈശ്വരൻ അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്. അനന്തം പിള്ളയുടെ പൊള്ളയായ സ്നേഹത്തിന്റെ മുന്നിൽ ദാണ്ട ദീപക്ക് അടിയറ പറയുവാണ്. ദീപക്ക് ചോദിക്കുക, അങ്കിളെ, അപ്പോൾ അമ്മ എപ്പോഴാണ് രാജിവെക്കുന്നത്? വിഷു കഴിഞ്ഞിട്ട് SSLC പരീക്ഷ തുടങ്ങും. ഇപ്രാവശ്യത്തെ SSLC പരീക്ഷ താമസിച്ചാണല്ലോ തുടങ്ങുന്നത്. പരീക്ഷ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഈ പടക്കക്കട പടപടോന്ന് അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങും. പ്രതാപനാണെങ്കിൽ ശേഖരനെ യാമിനിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഹാളിലിരിക്കുക. അവരെ ആരെയും കാണുന്നില്ലല്ലോ ശേഖര. ചേട്ടാ, അത് എല്ലാവരോടും കൂടിയല്ലേ വരാൻ പറഞ്ഞത്, അപ്പോൾ അവർ ഒരുങ്ങി വരണ്ടേ എല്ലാവരും? ചിലപ്പോൾ അങ്ങനെയല്ല ശേഖര. കഴിഞ്ഞ ദിവസം ചേച്ചി അങ്ങനെ പറയുകയും ഞാൻ എതിർക്കാതിരുന്നതിൻ്റെ വാശിയും യാമിനി പറയാം. അവരൊക്കെ അതൊന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്ന ആൾക്കാരല്ല ചേട്ടാ. എനിക്ക് വന്ന് തെറ്റുപറ്റി, അതിൻ്റെ കുറ്റബോധമുണ്ട് ചേട്ടാ. ചേച്ചി ഇനി ഓരോ കുറ്റം പറഞ്ഞുകൊണ്ട് വരും. അതൊന്നും ചേട്ടൻ അംഗീകരിച്ച് കൊടുക്കരുത്. ചേട്ടൻ്റെ മകളുടെ വീട്ടുകാരവർ, അവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അത് മാത്രവുമല്ല, അവരൊക്കെ എത്ര നല്ല മനുഷ്യരാ ചേട്ടാ. ചേച്ചിയോട് ചേട്ടന് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ചേച്ചി പറയുന്ന എന്ത് മര്യാദകേടിനും അന്ധമായി അനുകൂലിക്കുന്നത് ശരിയല്ല. അപ്പോഴങ്ങോട്ട് വേണുവേട്ടനെയും രാധമ്മയും രാജുവും ഹൃതികയും പ്രിയയും ജയനും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. വർമ്മ സാറേ എന്ന് വിളിച്ചുകൊണ്ട് വേണുവേട്ടൻ വർമ്മയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ, ആ വന്നാട്ട വേണുവേട്ട, രാധമ്മ ഇരിക്കുക എന്നൊക്കെ വളരെ സ്നേഹത്തോടെ അവർ പറയുവാണ്. അതൊക്കെ ഇരിക്കട്ടെ സാറേ, എല്ലാവരും കൂടി ഇങ്ങോട്ട് വരണമെന്ന് സാറ് പറഞ്ഞ് എന്താ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ? അത് വേണുവേട്ടാ, നമുക്കാർക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു മുൻവിധിയും പറയാൻ പറ്റില്ലല്ലോ. ഒരല്പ നിമിഷത്തിനപ്പുറത്തേക്ക് ജീവിച്ചിരിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അത് പിന്നെ ജീവിതം അങ്ങനെയല്ലേ സാറേ? അതുകൊണ്ടാണ് വേണുവേട്ടാ ഞാൻ പറഞ്ഞത്, കൊല്ലത്തെ വിഷു നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ആഘോഷിക്കാം. രാധമ്മ ഉടനെ ചോദിക്കുക, അത് വേണോ വർമ്മ സാറേ? ഇതൊരു കൂട്ടുകുടുംബമല്ലേ?
ഞങ്ങളിവിടെ താമസിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അംബികയും ദീപക്കും അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്. അതിന് എല്ലാവരുടെയും ഇഷ്ടം നോക്കിയല്ലല്ലോ രാധമ്മ ഞാൻ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടം നോക്കിയാണ് ജീവിക്കുന്നത്. ഈ വീട് എൻ്റെതാ. നിങ്ങളെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരുമാ. എൻ്റെ മകളുടെ വീട്ടുകാരുമാ നിങ്ങൾ. എനിക്ക് മറ്റു ബന്ധുക്കളൊന്നുമില്ല. നമ്മുടെ ശ്രീലക്ഷ്മിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് വലിയ ആഘോഷം, അതായത് പടക്കം പൊട്ടീരും ഒന്നും വേണ്ട. നാളെ നമുക്കിവിടെ കണ്ണനെ കണി കണ്ട് വലിയ ദോഷങ്ങളൊക്കെ അങ്ങോട്ട് മാറി സദ്യയൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിരിയാം. എന്തു പറയുന്നു വേണുവേട്ട? സാർ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തു പറയാനാ? എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ സാറേ എന്ന് വേണുവേട്ടന് സമ്മതം കൊടുക്കുവാണ്. അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോഴേ പ്രിയേച്ചിക്ക് കാര്യം മനസ്സിലായി. അതാതാണ്ട് പ്രിയേച്ചി ബാഗും ഒക്കെ എടുത്തോണ്ട് വന്നിരിക്കുന്നത്. ഉടനെ ജയൻ പറയുക, അത് പിന്നെ ഞാൻ മന്ത്രിയുടെ പ്രിയ ആയതിൽ പിന്നെ അവൾ എവിടെ പോയാലും ഒരു ബാഗ് എടുക്കും. വേണുവേട്ടൻ പറയാ, അതെന്തിനാ? കൈക്കൂലി മേടിക്കുന്നതൊക്കെ സൂക്ഷിക്കാനായിരിക്കും. അംബിക വീണ്ടും അവിടെ അഭിനയം തുടങ്ങി. പ്രതാപ, ഞാൻ അന്ന് പറഞ്ഞ കാര്യം വീണ്ടും ചേച്ചി ഓർമ്മിപ്പിക്കുക. രാധമ്മയുടെ പേരിലുള്ള ആരോപണം വളരെ ചെറുതൊന്നുമല്ല. ഇങ്ങനെയുള്ള ഒരാളിനോടൊപ്പം എന്ന് പറയുമ്പോഴേ പ്രതാപം പറയാം, ഒന്ന് നിർത്തി ചേച്ചി. രാധമ്മയുടെ പേരിലുള്ളത് ആരോപണം മാത്രം, അല്ലാതെ സത്യമല്ല. വേണുവേട്ടൻ രാധമ്മയെ കല്യാണം കഴിച്ച നാൾ മുതൽ എനിക്ക് രാധമ്മയെ നന്നായിട്ട് അറിയാം. രാധമ്മയ്ക്ക് അങ്ങനൊന്നും ചെയ്യാനുള്ള മനക്കരുത്തും ഒന്നുമില്ല. ഇതെല്ലാം ആ ഹരീഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും രുക്മിണിയുടെയും തെറ്റിദ്ധാരണകളാണ്. അതാണെങ്കിൽ ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കാൻ കുറേ ആൾക്കാരും. അതൊന്നുമല്ല പ്രതാപ ചേച്ചി, ഇതെൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളാണ്. അവരെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ. വിശേഷ ദിവസങ്ങളിൽ അവരെ കൂടെ നിർത്തിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ഇങ്ങനൊരു ജീവിതം? വെറുതെ മനുഷ്യരുടെ സന്തോഷം കളയരുത്. ഇന്നൊരു നല്ല വിഷു സംക്രാന്തിയാ. നിങ്ങൾ ആരും ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് വാ, നമുക്ക് ഡിന്നർ കഴിക്കാം. അംബികയും മോനും ഇങ്ങനെ ചമ്മി വിളറി നിൽക്കുവാണ്. വാരാതമ്മേ എന്നും പറഞ്ഞ് യാമിനി അവരെ എല്ലാവരെയും കൂട്ടിയിട്ട് അകത്തോട്ട് പോവുക. അംബികയും മോനും മാത്രം അവിടെ നിൽക്കുക. അംബിക അവിടെ നിന്നുകൊണ്ട് പുറോർക്കുക നാശങ്ങൾ. അപ്പോൾ ദീപക്ക് പറയാം, വിഷു സദ്യ നേരത്തെ കഴിച്ച് അമ്മയ്ക്ക് ഇനി ഇച്ചിരി മോരും ചോറും കൂടെ എടുക്കട്ടെ. വെറുതെ നാണം കെടാൻ നടക്കുക നിങ്ങൾ. പ്രതാപൻ്റെ റൂമിൻ്റെ വാതിക്കൽ അംബികയും മകനും ഒളിച്ചു നിൽക്കുവാണ്. പ്രതാപൻ ഹൃതിയോട് എന്തോ സംസാരിക്കുന്നുണ്ട്. അതെന്താണെന്ന് കേൾക്കണം. പ്രതാപൻ മകളോട് പറയുന്നു, മോളെ, ഞാൻ നിന്നെ വിളിച്ചു വരുത്തിന് മറ്റൊരു കാര്യങ്ങളുണ്ട്. നമ്മളായിട്ട് നന്ദികേട് കാണിക്കരുത്. അവർ ചെയ്തു തന്ന ഉപകാരങ്ങൾ മറക്കാനും പറ്റില്ല. ഞാൻ പറയുന്നത് മോക്ക് മനസ്സിലായി ഇല്ലച്ചാ? എന്നെ ശുശ്രൂഷിച്ച ഹോം നേഴ്സില്ലേ, ആ സിസ്റ്റർ പവിത്ര, അവരെ കൂടെ ഈ സദ്യക്ക് ക്ഷണിക്കണം മോളെ. ദീപക് അമ്പയോട് പറയാം, അമ്മേ ഇത് വിഷയം വേറെയാ. വയസ്സാങ്കാലത്ത് ഇങ്ങേർക്കേ അവരോട് പ്രേമമാണെന്നാ തോന്നുന്നത്. ഇനി സ്വന്തം ഭാര്യ ഇയാൾ ഒന്നുകൂടെ പ്രേമിച്ച് കെട്ടുവോ? നീ എന്താ മോളെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? അതല്ലച്ചാ, ആ സിസ്റ്ററിന് വലിയ തിരക്കാ, വരുമെന്ന് തോന്നുന്നില്ല. അതെന്തു ആയിക്കോട്ടെ മോളെ, വിളിക്കേണ്ടത് നമ്മളുടെ മര്യാദ. എൻ്റെ മോള് വിളിക്കണം. ശരിയച്ചാ, ഞാൻ വിളിക്കാം. നമ്മുടെ രാധമ്മയ്ക്ക് എവിടെ ചെന്നാലും കരച്ചിലല്ലാതെ വേറെ ഒന്നുമില്ല. രാധമ്മ രുക്മിണിയുടെ വീട്ടിൽ വെച്ച് ശ്രീലക്ഷ്മി രാധമ്മയെ പിടിച്ച് തള്ളിയതൊക്കെ ഓർത്തിങ്ങനെ കരയുവാണ്. ഞങ്ങളുടെ മുറ്റത്തുനിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പൊക്കോണം എന്നിങ്ങനെ ദേഷ്യത്തോടെ ശ്രീലക്ഷ്മി പറഞ്ഞത്. അപ്പോൾ യാമിനി ആ റൂമിലോട്ട് വന്നിട്ട് പറയുന്നു, അത് ശരി, എവിടെങ്കിലും കാണാഞ്ഞപ്പോഴും ഞാൻ അന്നേരെ വിചാരിച്ച് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് വന്നിട്ട് വിഷമിക്കുമായിരിക്കുമെന്ന്. രാധമ്മ എന്തിനാ ഇങ്ങനെ എപ്പോഴും വിഷമിക്കുന്നത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഓരോന്നും ഓർത്ത് മനസ്സിനെ എന്തിനാ വെറുതെ നീറ്റുന്നത്? എന്നാലും ചെറിയ പഴി വല്ലതുമാണോ ഞാൻ കേട്ടത്? അതങ്ങ് വിട്ടേക്ക് രാധമ്മേ. മോൾക്കും അവളുടെ ഭർത്താവിനും വിവരമില്ലെന്ന് കരുതിയാൽ മതി. കുറ്റപ്പെടുത്തിയത് ആ മകളും ആ മകളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും അല്ലേ? മറ്റുള്ളവരെല്ലാം രാധമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ആരും ഇല്ല എന്നുള്ള ബോധവാ ചിലപ്പോഴൊക്കെ നമ്മളെ വിഷമത്തിലാക്കുന്നത്. രാധമ്മയ്ക്ക് ഇപ്പൊ എല്ലാവരും ഇല്ലേ? വേണുവേട്ടനും രാജുവും ഋതുമോളും ഞങ്ങളെല്ലാവരും രാധമ്മയുടെ കൂടെ പോയില്ലേ? ഞങ്ങൾ ആരെങ്കിലും രാധമ്മയെ കുറ്റപ്പെടുത്തിയോ? രാധമ്മ എത്ര ഭാഗ്യവതിയാ. വേണുവേട്ടനെ പോലെ സ്നേഹമുള്ള ഒരു ഭർത്താവ്, ദൈവം കനിഞ്ഞു തന്ന നല്ലവരിൽ നല്ലവനായ ഒരു മകൻ. ഇതൊക്കെ പോരെ രാധമ്മയ്ക്ക് സന്തോഷിക്കാൻ? ഇതൊക്കെ ചില ശത്രുക്കൾ ഒരുക്കിയ കെണി തന്നെയാ രാധമ്മേ. എൻ്റെ ദൈവമേ, പണ്ടൊരു പരമദുഷ്ടനെ നിഗ്രഹിക്കാൻ അവിടുന്ന് അവതരിച്ചു. ചില ദ്രോഹികളെ നിഗ്രഹിക്കാൻ എന്നാണാവോ ഭഗവാനെ നീ വരുന്നത്? രാധമ്മ ഇങ്ങോട്ട് എഴുന്നേറ്റൊന്ന് വന്നേ, നമുക്ക് വിഷുക്കണി ഒരുക്കാം എന്നും പറഞ്ഞ് രാധമ്മയും കൂട്ടിയിട്ട് പോവുകയാണ് യാമിനി. സിസ്റ്റർ പവിത്രയും കൂടെ ക്ഷണിക്കണമെന്ന് പറഞ്ഞതോർത്ത് രാജുവിൻ്റെ അടുത്ത് പോയി ഋതിക പറഞ്ഞ് വിഷമിക്കുക. രാജു, ഇനി നമ്മൾ എന്തു ചെയ്യും? കുഴഞ്ഞല്ലോ ദൈവമേ. ദീപക് അമ്പയോട് പറയാം, അമ്മേ ഞാനൊരു അഭിപ്രായം പറയട്ടെ. എങ്ങനെയെങ്കിലും അയാൾ ചികിത്സിച്ച് ആ നേഴ്സിനെ വിളിച്ച് വരുത്തട്ടെ. അത് പത്മാവതിയാണെന്ന് അയാൾ തിരിച്ചറിയട്ടമ്മേ. എടാ, അതിലൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം എന്നിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേണുവേട്ടൻ രാജുവിനോടും ഹൃതിയോടും പറയുന്നത്, ഇത് ചെറിയ കുഴപ്പമൊന്നുമല്ല, വലിയൊരു പുലിവാലായത്. അംബിക മോനോട് പറയാ, എടാ അവനെ ശുശ്രൂഷിച്ച സ്ത്രീയാണ് അവന് ജീവൻ തിരിച്ചു കൊടുത്തതെന്ന് നാം വിശ്വസിച്ചിരിക്കുന്നത്. പ്രതാപന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലെ ആപത്ത് സമയത്ത് അവള് വന്നാണ് രക്ഷപ്പെടുത്തിയെന്ന് അവനൊരു തോന്നലെങ്ങാനും തോന്നിയാലോ? അങ്ങനെ തോന്നിയാൽ എന്താകുമെന്ന് അമ്മ പറയുന്നത്. എടാ, അസുഖം കാരണം മാനസാന്തരം വന്നേ
അവൻ അവളോട് ക്ഷമിച്ചെന്ന് കരുതിയാലോ? അമ്മ എന്തായി പറയുന്നത്? വല്യമ്മാവനോ? അയാൾ ആരോട് ക്ഷമിച്ചാലും അവരോട് മാത്രം അയാൾ ക്ഷമിക്കില്ല. എടാ, നമ്മുടെ കഷ്ടകാലത്തിന് ഇനി അവൻ അവളോട് ക്ഷമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. നടന്ന കഥകളൊക്കെ അവൾ അവനോട് പറഞ്ഞു കൊടുക്കും. അതോടുകൂടി പിന്നെ നീയും ഞാനും ഈ വീടിൻ്റെ പുറത്താ. രാജു ഋതിയോട് പറയാം, ഋതു ഒരു കാര്യം ചെയ്യും, തൽക്കാലത്തേക്ക് അച്ഛനോട് ഒരു നുണ പറയും. വേണുവേട്ടൻ പറഞ്ഞു കൊടുക്കുക അവർ മറ്റൊരു വീട്ടിൽ ജോലിക്ക് കയറിയെന്നും അവിടുന്ന് പോരാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്നും പറഞ്ഞേരെ. എന്തും വരട്ടടാ, നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് അംബികയെ മോനും ഇങ്ങനെ നിൽക്കുക. ഋതിയ പ്രതാപൻ്റെ മുറിയിലോട്ട് വരുമ്പോൾ പ്രതാപൻ സന്തോഷത്തോടെ, വാ മോളെ, സിസ്റ്റർ പവിത്രയെ വിളിച്ചോ? അവർ നാളെ വരുമോ? ഞാൻ അവരെ വിളിച്ചാ, പക്ഷെ അവർ മറ്റൊരു വീട്ടിലെ ജോലിയില്ല, ഒരു കാരണവശാലും വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെയാണോ? അവരെന്നെ ആത്മാർത്ഥമായിട്ട് നോക്കിയതല്ലേ മോളെ. ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ അവരെ ഓർത്തില്ലെങ്കിൽ എന്തോ ഒരു നന്ദികേട് എനിക്ക് ഫീൽ ചെയ്യുന്നു. തിരക്കാണെങ്കിൽ വരണ്ട, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മോൾ അവരെ ഒന്ന് ഫോൺ ചെയ്ത് എനിക്കിതാ, ഞാൻ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചോളാം. ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ അവരിങ്ങോട്ട് വരാൻ തയ്യാറായെങ്കിലോ? എൻ്റെ ദൈവമേ, ഇതിൽ അമ്മയെന്നാണല്ലോ ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. അച്ഛൻ എങ്ങനെ ഫോൺ കൊടുക്കും? മോളെ, ഫോണിങ്ങിതാ, അച്ഛൻ വിളിച്ചോളാം. സിസ്റ്റർ പവിത്ര എന്നാണല്ലോ ഉള്ളത്. അച്ഛാ, ഞാൻ സിസ്റ്ററെ വിളിച്ചു തരാം എന്നും പറഞ്ഞ് ഋതിയ പത്മാവതിയെ വിളിക്കുവാണ്. അംബികയും മകൻ ദീപക്കും ആ ഡോറിൻ്റെ വെളിയിലിങ്ങനെ മറഞ്ഞു നിന്ന് ഇവർ സംസാരിക്കുന്നതൊക്കെ കേട്ടോണ്ട് നിൽക്കുവാണ്. ഋതികയുടെ ഫോൺ കണ്ടതും പത്മാവതി മോളെ എന്ന് വിളിക്കുമ്പോൾ, ആൻറ്റി, ഇത് ഞാനാ, പ്രതാപൻ്റെ മകൾ ഋതികയാണ്. അച്ഛന് സിസ്റ്ററോട് എന്തോ ഒന്ന് സംസാരിക്കാനുണ്ടെന്ന്. പ്രതാപൻ ഫോൺ വാങ്ങി ഹലോ സിസ്റ്ററെ എന്ന് വിളിക്കുമ്പോൾ പത്മയുടെ കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണുനീരൊഴുകുവാണ്. പത്മയ്ക്ക് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. പ്രതാപൻ പറയാ, യമദേവനോട് എൻ്റെ ജീവൻ തിരിച്ചു വേണമെന്ന് യാചിച്ച് മേടിച്ച് തന്നിട്ട് ഒരക്ഷരം മിണ്ടാതെ സിസ്റ്റർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? ഒരു മരണത്തിലേക്ക് പോകേണ്ട എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സിസ്റ്ററാണ്. സിസ്റ്ററോടുള്ള നന്ദി കൊണ്ട് എൻ്റെ ഉള്ളു വിതുമ്പുവാണ്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഹലോ സിസ്റ്ററെ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? സിസ്റ്റർ എന്താ ഒന്നും മിണ്ടാത്തെ? സാറ് പറഞ്ഞോളൂ. സിസ്റ്ററെ നേരിൽ കാണണമെന്നും സംസാരിക്കണമെന്നും എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. നാളെ വിഷുവാണ്. ഇത്തവണത്തെ വിഷു ആഘോഷം നാളെ നമുക്ക് ഇവിടെ എൻ്റെ വീട്ടിലാക്കാം. സിസ്റ്ററെയും ഫാമിലിയെ ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുക. ഹസ്ബൻഡിൻ്റെ കയ്യിലോട്ട് ഫോണൊന്ന് കൊടുക്കാവോ? അത് സാർ, ഹസ്ബൻഡ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ. എനിക്ക് ഫാമിലി ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. സോറി സിസ്റ്റർ. സിസ്റ്റർ നാളെ വരുമോ? കുറച്ച് ജോലി തിരക്കുണ്ട് സാർ, പിന്നെ ഒരിക്കലാകാം. ഓക്കെ സിസ്റ്റർ, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എൻ്റെ വകയൊരു വിഷു കൈനീട്ടം വിഷുക്കോടിയുണ്ട്, അത് ഞാൻ എൻ്റെ മക്കളുടെ കയ്യിൽ കൊടുത്തുവിടും. സിസ്റ്റർ അത് സ്വീകരിക്കണം. തീർച്ചയായും സാർ. അപ്പോൾ സിസ്റ്റർക്ക് എൻ്റെ എല്ലാവിധ വിഷു ആശംസകളും. താങ്ക് യു സാർ. സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അങ്ങനെ പ്രതാപൻ പത്മയാണെന്ന് അറിയാതെ സിസ്റ്റർ പവിത്രയോട് സംസാരിച്ചിട്ട് ഫോൺ ഋതികയുടെ കൊടുക്കുക. പത്മയാണെങ്കിൽ ആ ഫോണും പിടിച്ചുകൊണ്ടിരുന്ന് കരയുവാണ്. റൂമിൻ്റെ പുറത്ത് കേട്ടോണ്ട് നിന്ന അംബികയ്ക്കും മോനും ദേഷ്യം കൊണ്ട് വയ്യ. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപിൻ്റെ മനസ്സിൽ ആ സിസ്റ്ററെ കണ്ടുപിടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ അത് പത്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണോ പ്രതാപൻ ഇങ്ങനെ അഭിനയിക്കുന്നതെന്നും അറിയില്ല. എന്തായാലും ഒരു വലിയ ഭൂകമ്പം അംബികയ്ക്ക് നടക്കാൻ പോവാണ്. അതെന്താണെന്നൊക്കെ നമുക്ക് നാളെ അറിയാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.